ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. മുഖം നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല തിളക്കമായിട്ടിരിക്കാൻ വേണ്ടി ചെറിയ ഒരു ഫേസ് പാക്കായിട്ടും ഇടാം, ഇത് ക്രീമായിട്ടും ഇടാം. ഇനി അതിലേക്ക് വേണ്ടി ഞാനിത് കുറച്ച് കഞ്ഞിവെള്ളം അതിനെ അരിച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് തോലെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാൻ ജ്യൂസ് എടുക്കുന്നത് ഒരു സേവനാഴിയിലിട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു അച്ച് എടുത്ത് ഇട്ട് കൊടുത്ത് കുറേശ്ശായിട്ട് നമുക്ക് അതിനെ പിഴിഞ്ഞെടുക്കാം. ജ്യൂസ് എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബീട്രൂട്ടിനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചതിന് ശേഷം നമുക്കിതിന് തോരനെന്തെങ്കിലും വെച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ അരിച്ചൊഴിച്ച് കൊടുക്കാം. അരിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് കെമിക്കലോ ഒന്നും ചേരണമില്ല. നമുക്ക് പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരീരത്തോ മുഖത്തോ തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് കോൺ സ്റ്റാർച്ചാണ്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്റ്റൗ കത്തിച്ച് വെച്ച് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലാക്കി വയ്ക്കുന്നു. അത് അടി പിടിക്കാൻ പാടില്ല, നമ്മൾ ഇടയ്ക്ക് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിനെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കേണ്ടതാണ്. ഈ പരുവം വരെ നമുക്ക് എടുക്കേണ്ടത്. ഇതിനെ ഇനി തണുക്കാൻ വയ്ക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല കട്ടിയാവും. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അലോവേര ജെല്ലിട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാൻ വീട്ടിൽ തേങ്ങ അരച്ചെടുത്ത എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പാരച്യൂട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് വരും. അതുപോലെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിനൊരു നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് നമുക്ക് ദിവസം ഇടാം, വേറെ ഒരു കുഴപ്പവുമില്ല. നമുക്ക് ഇട്ടതിന് ശേഷം ചെറുതാ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് നമുക്കതിനെ ഒന്ന് കഴുകിക്കളയാം. അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ശകലച്ച ഇട്ടിട്ട് നമുക്ക് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിച്ച് കഴുകിക്കളയാനേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം. ബൈ ബൈ.